India sent medicines. പാർലമെന്റിൽ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വൻ കരഘോഷത്തോടെയാണ് എത്യോപ്യൻ പാർലമെന്റ് പ്രതിനിധികൾ ഏറ്റുവാങ്ങുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോകുകയാണ്. കണ്ണൂർ പിണറായിയിലുണ്ടായത് ബോംബ് സ്ഫോടനമല്ലെന്ന് മുതിർന്ന CPM നേതാവ് EP ജയരാജൻ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കമാണ് പൊട്ടിത്തെറിച്ചതെന്ന് വിചിത്ര ന്യായീകരണം. ബോംബ് സ്ഫോടനമെന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും EP ജയരാജൻ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് പിണറായിയിൽ ബോംബ് പൊട്ടി CPM പ്രവർത്തകൻ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നുപോയത്. ആദ്യം EP ജയരാജന്റെ വാക്കുകൾ കേൾക്കാം. യഥാർത്ഥത്തിൽ സാധാരണ തിരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ പൊതുവെ പല സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൻ്റെ നിലയെടുത്ത് നോക്കിയാൽ സാമാന്യഗതിയിൽ സംഘർഷമില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ്. വളരെ അപൂർവമായ ചില പ്രദേശങ്ങളിലാണ് ചില ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരും ചെറിയ സംഘർഷങ്ങളും. അതൊരു വ്യാപകമായിട്ടുള്ളതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. താരതമ്യേന അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞ തിരഞ്ഞെടുപ്പാണിത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇന്നത്തെ നിലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രേരണ ഒരു കാരണവശാലും ആരും നൽകരുത്. ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ല വളരെ ശാന്തമാണ്. കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങൾ പൊതുവേ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളെ നമുക്കെല്ലാം ചേർന്ന് കാത്തു സൂക്ഷിക്കണം. കണ്ണൂരിനെ കളങ്കപ്പെടുത്താൻ ഒട്ടനവധി പേര് ഇതിനു മുമ്പ് ഒട്ടനവധി വ്യാജ പ്രചരണങ്ങളും കണ്ണൂർ വിരുദ്ധ പ്രചാരവേലകളും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അതൊക്കെ കാലഹരണപ്പെട്ടുപോയി. നല്ലൊരു അന്തരീക്ഷമാണ്. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എത്ര പെട്ടെന്നാണ് ഒരു ബോംബ് പടക്കമായി മാറുന്നത്? ഇന്നലെ മിഥുനാണ് ആ വാർത്ത നൽകിയത്. കയ്യിൽ ബോംബുമായി നിൽക്കുന്ന CPM പ്രവർത്തകന്റെ ചിത്രം നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിൻ്റെ തൊട്ടുപുറകെയാണ് ഈ ബോംബ് കയ്യിൽ വച്ച് പൊട്ടി കൈപ്പത്തി അറ്റുപോകുന്ന സാഹചര്യമുണ്ടായത്. എന്തൊക്കെയാണ് EP ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ന്യായീകരണം? നീലിമ, EP ജയരാജന്റെ വിശദീകരണം വളരെ വിചിത്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കെട്ടുപടക്കമാണ് പൊട്ടിയത് എന്നാണ് പറയുന്നത്. അത് നൂലുകണ്ട് കെട്ടിയുണ്ടാക്കിയ പടക്കമാണ്. അത് വലിച്ചു മുറുക്കുന്ന സമയത്താണ് അത് പൊട്ടിയത്. വിദഗ്ധരല്ലെങ്കിൽ അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ചരട് കൊണ്ട് പടക്കം കെട്ടിയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പടക്കമല്ല, ബോംബാണ് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. അതായത് EP ജയരാജൻ പറയാതെ പറഞ്ഞത് അത് പടക്കമല്ല, ബോംബ് തന്നെയാണ് എന്ന് പറയാതെ പറയുക കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഈ ബോംബ് സ്ഫോടനം എന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം കളയരുത് എന്നാണ് EP ജയരാജൻ പറയുന്നത്. പക്ഷേ അത് കെട്ടുപടക്കമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇത് വിചിത്ര ന്യായീകരണം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് പോലീസും നേരത്തെ തന്നെ പറഞ്ഞത് അത് പടക്കമാണ്, ബോംബല്ല എന്നാണ്. പക്ഷേ പടക്കം പൊട്ടിയാൽ ഇത്ര വലിയ ആഘാതം ഉണ്ടാകുമോ? ഒരാളുടെ കൈപ്പത്തി ചിതറിക്കാൻ മാത്രമുള്ള ഒരു ആഘാതം അതിനുണ്ടാക്കാൻ സാധിക്കുമോ എന്നൊരടക്കമുള്ള സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഈ ബോംബുണ്ടാക്കിയ അല്ലെങ്കിൽ ബോംബ് കൈകാര്യം ചെയ്ത ആളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നീലിമ. ശരി, മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നത് മുതൽ CPM എതിരാളികളോട് അവർ കാണിക്കുന്ന സമീപനം എന്താണ്? ബോംബെറിയുക, വടിവാൾ വീശി ആക്രമിക്കുക, അങ്ങനെ നിരവധി ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ അവിടെ നടന്ന അക്രമ സംഭവങ്ങളുടെ ഒട്ടേറെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോഴാണ് EP ജയരാജൻ ഈ ക്യാപ്സ്യൂൾ ന്യായീകരണവുമായി എത്തിയിരിക്കുന്നത്.